പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ദൈവം കൃപ നൽകുന്നതിന് മുഖപക്ഷം വച്ചിട്ടില്ല. ഏതൊരാൾക്കും ദൈവത്തിൻ്റെ കൃപ ലഭ്യമാണ്. അത് രക്ഷിക്കപ്പെടാനുള്ള കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ അളവ് ഒരിക്കലും തീരാത്ത വിധം വലുതാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാൻ കഴിയാത്ത ഒരേ ഒരു വിഭാഗം നിഗളികളാണ്. കാരണം ദൈവകൃപ പ്രാപിക്കണമെങ്കിൽ അവർക്ക് സമർപ്പിക്കാൻ കഴിയണം. സമർപ്പണമുണ്ടാകണമെങ്കിൽ താഴ്മയുണ്ടാകണം. ഞാൻ എല്ലാം തികഞ്ഞവനെന്ന് കരുതുന്നവർ എങ്ങനെ ദൈവകൃപ പ്രാപിക്കാനാണ്? എൻ്റെ കഴിവുകൾ കൊണ്ടൊന്നും പ്രാപിക്കാനാവുകയില്ല, ഒരിടത്തും എത്താനാവുകയില്ല എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ താഴുന്നവർക്കാണ് കൃപ പ്രാപിക്കാനും അതിനാൽ അനുഗ്രഹം അനുഭവിക്കാനും കഴിയുന്നത്. കൃപ നമ്മെ സ്വർഗത്തോളം ഉയർത്തുന്നതാണ്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ മനുഷ്യർ നിർബന്ധമായും കീഴടങ്ങേണ്ട ഒരു മേഖല ആദ്യം ചൂണ്ടിക്കാണിക്കുന്നു. അത് ഇളയവർ മൂപ്പന്മാർക്ക് കീഴടങ്ങണം എന്നാണ്. ചിലർ പ്രായപൂർത്തിയായാൽ പിന്നെ മുതിർന്നവരെ ഗണ്യമാക്കാറില്ല. ഈ പ്രായപൂർത്തി എന്ന പ്രായം തീരുമാനിച്ചതും മനുഷ്യർ തന്നെയാണ്. എത്ര വളർന്നാലും ചില കാര്യങ്ങളിൽ മുതിർന്നവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കൂടിയേ തീരൂ. ദൈവം തന്നെ വച്ചിരിക്കുന്ന ക്രമങ്ങൾ തെറ്റിക്കുന്നിടത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. രണ്ടാമത് തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കാൻ ആവശ്യപ്പെടുന്നു. ഇത് ചില കാര്യങ്ങളിൽ മുതിർന്നവർ ഇളയവരുടെ മുമ്പിലും കീഴടങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, രോഗിയായ ഒരാൾ തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഡോക്ടറുടെ മുമ്പിൽ താഴ്മയുള്ളവനാകണം. എന്നാൽ മാത്രമേ രോഗനിർണയം നടത്താനും ചികിത്സിക്കാനും കഴിയുകയുള്ളൂ. താഴ്മയെക്കുറിച്ച് പറഞ്ഞിട്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന് കൂടെ പറയുന്നത് നിഗളത്തിൻ്റെ അപകട തീവ്രത അറിയാൻ വേണ്ടിയാണ്. ദൈവം എതിർത്താൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്താകും? എന്നാൽ താഴ്മ ധരിച്ചാൽ ദൈവം അനുകൂലമായിരുന്ന് കൃപ നൽകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.